വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാതാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പാണ് സ്നാപ്സീഡ്. അപ്പോൾ ഷെയർ കൊടുക്കുകയാണ്. ഈ ഫോട്ടോനെ ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷെയർ കൊടുക്കുമ്പോൾ സ്നാപ്സീഡ് എന്ന ആപ്പ് കാണാൻ സാധിക്കും. ഈ ഇലയുടെ സിമ്പിളുള്ളത് അത് ക്ലിക്ക് ചെയ്യാം. അത് ഓപ്പണായി വരുമ്പോൾ നമുക്ക് ഓൾറെഡി അവർ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരും. അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ നേരെ പോയിട്ട് ഒരു പെൻസിലിൻ്റെ ചിഹ്നം ഉണ്ടായിരിക്കും സൈഡിലായിട്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോട്ടോ എനിക്ക് ഫസ്റ്റ് വേണ്ടത് ഞാൻ ക്രോപ്പ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ക്രോപ്പ് ക്ലിക്ക് ചെയ്യാം. ക്രോപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി കുറേ ക്രോപ്പുകളുടെ രീതി കാണിച്ചിട്ടുണ്ട്. അതൊന്നും ചെയ്യാണ്ട് നമ്മൾ ഫോട്ടോയിൽ എടുത്തിട്ട് നമ്മുടെ രീതിയിൽ ക്രോപ്പ് ചെയ്യാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഇതും അഡ്ജസ്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇത്ര ഫോട്ടോൻ്റെ ഷേപ്പ് മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഫുൾ ഫോട്ടോയിൽ വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് റൈറ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ടിക്ക് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ വീണ്ടും പെൻസിലിൻ്റെ ചിഹ്നം എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് ഫോട്ടോ ആണ് ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് ആ ഫോട്ടോ നമ്മൾ ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പോകണം. അതിനായിട്ട് നമുക്ക് ഡബിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ വീണ്ടും വരും. അതിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു ഫോട്ടോൻ്റെ മാതിരി ചിഹ്നം പ്ലസ് ചിഹ്നമുള്ളതായിട്ട് കാണാൻ പറ്റും, അത് നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഫോട്ടോ ആണോ ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ടത് ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ആണ് ഫസ്റ്റ് കാണുന്ന ഫോട്ടോ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെക്കുകയാണ്. അപ്പോൾ ഞാനിത് വെക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അനുസൃതമായ രീതിയിൽ. അതിനുശേഷം ഇവിടെ ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് മാറ്റാം. ഫുള്ളായിട്ട് നമ്മൾ വലിച്ചു വയ്ക്കുക. ഇതിപ്പോൾ ഇത്രയിലായിരിക്കണ്ടാവാം, സെൻട്രലായിട്ട് ഇരിക്കേണ്ടതായിരിക്കും, ഹാഫായിട്ട് നമ്മൾ ഫുള്ളായിട്ട് അത് അതിന് ശേഷം ക്ലിക്ക് ചെയ്യാം. ടിക്ക് ചെയ്തതിന് ശേഷം അപ്പം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മാത്രം കാണാൻ സാധിക്കും. അതിന് ശേഷം നമുക്ക് മേലൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഒരു ചതുരപ്പട്ടിയുടെ രീതിയിലുള്ളത്, അത് ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യൂ എഡിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. വ്യൂ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സൈഡിലായിട്ട് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ള ഒറിജിനൽ, ക്രോപ്പ്, ഡബിൾ എക്സ്പോഷർ എന്ന് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ സെക്കൻഡ് കാണുന്ന ഒരു പെൻസിലിൻ്റെ ഒരു ബ്രഷിൻ്റെ ചിഹ്നമുള്ളതുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. അത് എന്തിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് സ്നാപ്സീഡിലുള്ളത്. പലർക്കും ഇത് അറിയില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അടിയിലായിട്ട് നമുക്ക് 100 0 എന്ന് കാണാൻ പറ്റും. 0 എന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നും വരില്ല. നമ്മൾ 100-ലാക്കാം. 100-ലാക്കിയതിന് ശേഷം ഇവിടെ നമ്മൾ പതുക്കെ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മളത് പതുക്കെ റബ്ബ് ചെയ്യണം. നമ്മൾ ഇത് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് എങ്ങാനും ബോഡിയിലായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഈ ഡബിൾ ബോക്സ് വാറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇതിലേക്ക് ഡൗണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതെവിടെയാണോ ഷെയ്ഡ് കയറി വന്നിട്ടുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് നമ്മൾ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ബോഡിയിലേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ സൈഡിൽ ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ 0 ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾക്ക് എങ്ങാനും ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. മീൻസ് അത് അവിടെ നിന്ന് റിമൂവ് ആയിരിക്കും, എറൈസ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സൂം ചെയ്തിട്ട് അത് കളയണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വീണ്ടും ലെഫ്റ്റ് സൈഡിൽ ബാക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ബാക്കിൽ വരിക. നമ്മൾ അത് കഴിഞ്ഞ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ പോയിട്ട് ടോപ്പിൽ പോകേണ്ട ഈ സെലക്റ്റീവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സെലക്റ്റീവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൻ്റെ അവിടെ വന്നിട്ട് ഒന്ന് സൂം ചെയ്യുക. ഒന്ന് സൂം ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ബ്രൈറ്റ്നെസ് ഇത്തിരി കൂട്ടാണ് ഫേസിൻ്റെ. എന്താ കാരണം എന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നെസ് കൂട്ടാൻ കാരണം നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യണ സമയത്ത് കൂടുതലായിട്ടും നമ്മുടെ സൈഡിലൊക്കെ ചെറുതായിട്ട് കളർ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സൂമിയല്ല ബ്രൈറ്റ്നെസ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൈഡൊന്ന് വെളുക്കും. അപ്പോൾ നമുക്ക് ആ എഡിറ്റിങ് ആ ഡിഫറൻസ് കാണാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്.
അത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് ഒന്ന് ഈ ഫോട്ടോൻ്റെ ബ്രൈറ്റ്നെസ്സും ഹൈലൈറ്റ്സും ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടുക. അപ്പോൾ ആ ഡിഫറൻസ് നമ്മൾ ഒരു വേറെ സാധനം ഒന്ന് ഒട്ടിച്ച മാതിരി ഫീൽ ആവില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വരിക. നേരെ വന്നിട്ട് നമ്മൾ അടിയിൽ വന്നതിന് ശേഷം അടിയിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള എന്നിട്ട് ലാമ്പിൻ്റെ സിമ്പിളായിട്ടുള്ള സാധനം കാണാൻ പറ്റും, വെൻറ്റേജ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഫോട്ടോ ബാക്കിലേക്ക് വരിക. എന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നെസ് ഇത്തിരി കുറയ്ക്കുക. അപ്പോൾ ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കടും പച്ച ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നിന്നിരുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ നമ്മുടെ ഫോട്ടോ കട്ട് ചെയ്ത് വെച്ചാലും നമ്മൾ അവിടെ നിൽക്കണ മാതിരി ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ആ വെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ക്ലിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോയിൽ ഇപ്പോൾ നമ്മളൊരു ആ പ്ലേസിൽ നിൽക്കണ ഒരു ഫീല് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ഇത് ഉപയോഗിച്ചിട്ട് കർവ് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ഷാർപ്നെസ് ഒന്ന് ഹൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ നമ്മുടെ വർക്കുകളൊക്കെ കഴിഞ്ഞോട്ട് ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് മേലെ ഒരു സെൻഡിറ്റി ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ഫസ്റ്റ് കാണുന്നത് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്നത് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആർക്കും ആണെങ്കിൽ ഈ വീഡിയോ സെൻഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.